ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി ലേണിംഗ് അക്കൗണ്ടൻസി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഞാൻ അശോക് കുമാർ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് +1 സിലബസുകാർക്ക് +1 സ്റ്റുഡൻസിന് പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇതിന് പുറമെ അക്കൗണ്ട്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നോൺ കോമേഴ്സ് ഓർ പ്രൊഫഷണൽ ആൾക്കാർക്കും എൻ്റെ ഈ ക്ലാസ് പൂർണ്ണമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതിനെക്കുറിച്ചൊരു പൂർണ്ണ വിവരം ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇവിടെ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അക്കൗണ്ടിങ് ഇക്വേഷൻ സിഗ്നിഫൈസ് ദി അസറ്റ്സ് ഓഫ് എ ബിസിനസ്. ഒരു അസറ്റ്സ് ഓഫ് എ ബിസിനസ് ആർ ആൾവേസ് ഈക്വൽ ടു ദർ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള ക്യാപിറ്റൽ, ആ പ്രൊപ്രൈറ്ററുടെ ക്യാപിറ്റൽ പ്ലസ് വെളിയിലുള്ള ലയബിലിറ്റിക്ക് തുല്യമായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് ഇക്വേഷനിൽ നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സിൽ നടക്കുന്ന ഏത് ട്രാൻസാക്ഷൻ നടന്നാലും ഇതിൻ്റെ അൾട്ടിമേറ്റ് എഫക്റ്റ്, നമ്മൾ ഫൈനൽ റിസൾട്ടാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. ഫൈനൽ റിസൾട്ടിൽ അത് ഒന്നുകിൽ ഏത് ട്രാൻസാക്ഷൻ നടന്നാലും നമുക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി എന്ന കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റും. പിന്നെ ഇവിടെ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ മെയിൻലി കൺസേൺഡ് ദ കോമ്പണൻസ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമ്മൾ പറഞ്ഞു ഇവിടെ ഏത് ട്രാൻസാക്ഷൻ്റെ എക്സ്പെൻസ് വന്നാലും അതിൻ്റെ അൾട്ടിമേറ്റ് എഫക്റ്റ് എവിടെ വരുന്നു. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലാസ്റ്റ് കോമ്പണൻസ് ഓഫ് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമ്മൾ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയാറുണ്ട്. സിൻസ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ depict the fundamental relationship among the components of balance sheet. Therefore, it is also known as balance sheet equation. Clear ആയല്ലോ? ഇനി നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനിൽ നമ്മൾ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അസറ്റ്, ആൾവേസ് അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഇൻ്റർപോളേഷൻ ഫോർമുല ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആണ് അസറ്റ്. ഇനി നമുക്ക് അസറ്റും ക്യാപിറ്റൽ അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ലയബിലിറ്റി. ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ, ഓർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റിന് ലയബിലിറ്റി അറിയാമെങ്കിൽ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചാൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു ഒറ്റ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഇക്വേഷനിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ അക്കൗണ്ടിങ് ഇക്വേഷനിൽ സാധാരണ 2 മെത്തേഡാണ് ടെക്സ്റ്റിലൊക്കെ കാണുന്നത്. ഞാൻ ആ 2 മെത്തേഡ്, ഒരേ ക്വസ്റ്റ്യൻ നമ്മൾ 2 മെത്തേഡിലും ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യുന്നതായിരിക്കും. അതിൽ നമുക്ക് മെത്തേഡ് 1ൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ബിസിനസ്സിൽ ഒരു കുറേ ട്രാൻസാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഏത് ട്രാൻസാക്ഷൻ വന്നാലും അതിൻ്റെ അൾട്ടിമേറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ ഒരു ഫോർമാറ്റിൽ നമ്മൾ ആദ്യം അക്കൗണ്ടിങ് ഇക്വേഷൻ, ഇവിടെ നമ്മൾ ഈ ട്രാൻസാക്ഷൻ ഇത്രയും നമുക്കൊരു 8-10 ട്രാൻസാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷനകത്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ തിരഞ്ഞ് ഇവിടെ മോളിൽ ഹെഡിങ് കൊടുത്തു കഴിയും. ആദ്യം നമ്മുടെ ജോലി എന്ന് പറയുന്നത് അതിനകത്തുള്ള എലിമെൻസിൻ്റെ ഹെഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് അതിൽ കൂടി ഇത് ചെയ്യാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഹെഡിങ് അഡ്വാൻസ് ആയിട്ട് എഴുതണമെന്നില്ല. നമ്മളിവിടെ കോമൺ അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി ഹെഡിങ് എഴുതുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഓരോ അസറ്റിൻ്റെ നെയിം എഴുതാനായിട്ടുള്ള സ്ഥലം വിട്ടേക്കുക,
ലൈബിലിറ്റി, ഇവിടെ ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി, മിക്കവാറും ടെക്സ്റ്റുകളിലൊക്കെ ഒറ്റ ലൈബിലിറ്റി എന്നുള്ള ഒറ്റ ഹെഡിൽ കാണുന്നു. ഞാനിവിടെ ആ ലൈബിലിറ്റിയുടെ ഒരു ബ്രേക്കപ്പ് കൂടെ കൊടുത്തതേ ഉള്ളൂ, കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഈ ട്രാൻസാക്ഷനിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള അസറ്റും ലൈബിലിറ്റിയുടെയും, അതായത് ഏത് ട്രാൻസാക്ഷൻ നടന്നാലും അതിൻ്റെ അൾട്ടിമേറ്റ് എഫക്റ്റ് കംസ് ടു ദ കോമ്പണൻസ് ഓഫ് ബാലൻസ് ഷീറ്റ്. ആ ബാലൻസ് ഷീറ്റിൻ്റെ കോമ്പണൻസിൽ ചെന്ന് അവസാനിക്കും. അതുമായിട്ട് ബന്ധം വരുന്ന ഹെഡ്സാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത്രയും എലിമെൻറ്റ് അറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു ആവറേജ്, ഇപ്പോൾ അസറ്റ്സിനെ സംബന്ധിച്ച് നമുക്കൊരു പരമാവധി ഒരു ആവറേജ് ക്വസ്റ്റിനകത്ത് ഒരു 5 or 6 കോളം പരമാവധി വരും. അതുപോലെ ലൈബിലിറ്റീസിൽ 3 or 4 കോളം നമുക്ക് മാക്സിമം വരും. ഓക്കെ, അപ്പോൾ ആ കോളം അതിനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കേണ്ട ഫോർമാറ്റ് അസറ്റ്, എന്തൊക്കെ അസറ്റ് വരുന്നു അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഒരു ടോട്ടൽ കോളം കൊടുക്കുക. ഈ ടോട്ടൽ കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓരോ ട്രാൻസാക്ഷനിൽ അസറ്റിൽ വന്ന ഇഫക്റ്റ്, മനസ്സിലായില്ലേ? അതുപോലെ ലൈബിലിറ്റി സൈഡിലും പ്രധാനമായിട്ടുള്ള ലൈബിലിറ്റി 2-3 ലൈബിലിറ്റി എഴുതാൻ വേണ്ടി ടോട്ടൽ കോളം. അപ്പോൾ ഈ ടോട്ടൽ കോളം ഇവിടെ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഓരോ ട്രാൻസാക്ഷനിൽ അസറ്റിൽ നെറ്റ് എഫക്റ്റ് എത്ര വന്നു, ലൈബിലിറ്റി നെറ്റ് എഫക്റ്റ് വന്നു. അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ ഈ 2 നെറ്റ് എഫക്റ്റും ഈക്വൽ ആകണം. ഈക്വൽ ആകുമ്പോൾ നമുക്കവിടെ നിൽ ഇഫക്റ്റ് ആയിരിക്കും. അതാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷനിൽ കൂടി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. നമുക്കറിയാം, എൻ്റെ ഫസ്റ്റ് ജേണലിൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ ഈ എലിമെൻറ്റ്സ് കണ്ടുപിടിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ നമ്മുടെ അക്കൗണ്ട്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ്റെ എലിമെൻറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു ജോലിയാണ്. അതുണ്ടെങ്കിലേ നമുക്ക് പല ചാപ്റ്റേഴ്സും നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ നമുക്കറിയാം അതിനകത്തുള്ള ഒരു എലിമെൻറ്റ് ക്യാഷ്. അപ്പോൾ അസറ്റിൽ ക്യാഷിൽ നമ്മൾ 60,000 പ്ലസ് ആയി. സെയിം ടൈമിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ഒരു എലിമെൻറ്റ്, ക്യാപിറ്റൽ ഈസ് അനദർ എലിമെൻറ്റ്. ക്യാപിറ്റൽ മീൻസ് ലൈബിലിറ്റി ആയിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ നേരെ 60,000. അപ്പോൾ നമ്മൾ ആദ്യം ക്യാഷ് എഴുതുക, ഇവിടെ ക്യാപിറ്റൽ കൊടുത്തിട്ട് 2 നേരം. അപ്പോൾ ഇവിടെ 60. അപ്പോൾ നമ്മൾ അസറ്റിൻ്റെ ടോട്ടൽ 60, ലൈബിലിറ്റിയുടെ ടോട്ടൽ 60. ദാറ്റ് മീൻസ് അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ ഗുഡ്സ് വാങ്ങി ഫോർ ക്യാഷ് അല്ലേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ നമുക്കറിയാം 2 എഫക്റ്റ്. അസറ്റിൽ തന്നെ ഇവിടെ ക്യാഷ് നമുക്ക് കയ്യിൽ പോകും, മൈനസ് ആവും, -5,000. സെയിം എമൗണ്ട് വിൽ കം അണ്ടർ ദ ഹെഡ് സ്റ്റോക്ക്. നമ്മൾ ഗുഡ്സ് വാങ്ങി, പർച്ചേസ്ഡ് ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കതിന് സ്റ്റോക്ക് എന്ന് പറയാം. അപ്പോൾ അസറ്റിൽ ഒരു പുതിയ ഹെഡ് ഓപ്പൺ ചെയ്യുക, സ്റ്റോക്ക്. ഓക്കെ, നമ്മൾ ആദ്യം ക്യാഷ് ഓപ്പൺ ചെയ്തു, അടുത്ത നമ്മൾ സ്റ്റോക്ക് എന്നുള്ള ഹെഡ് കൊടുക്കുക. അപ്പോൾ സ്റ്റോക്കിൽ നമുക്ക് 5,000 പ്ലസ് ആകും, ഇവിടെ ക്യാഷിൽ 5,000 മൈനസ്. അവിടെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 0. ഓക്കെ, ഇവിടെ ലൈബിലിറ്റി ആൾസോ ഒരു ചേഞ്ചും വന്നിട്ടില്ല, ഇവിടെ 0. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ടോട്ടൽ അസറ്റ് 0 ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി 0. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ വന്നപ്പോഴും നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ട്രാൻസാക്ഷൻ ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമുക്കറിയാം രണ്ടും അസറ്റ് തന്നെ, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പോൾ അസറ്റിൽ നമുക്ക് പുതിയ ഒരു കോളം കൂടെ വരും, ബാങ്ക് എന്ന് പറഞ്ഞൊരു ഹെഡ് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് എന്നുള്ള ഹെഡ് കൊടുത്തു, ക്യാഷും ക്യാപിറ്റലും നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തു. ഓക്കെ, ക്യാഷും ക്യാപിറ്റലും കൊടുത്തു. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ക്യാഷ് ക്യാപിറ്റൽ കൊടുത്തു, ആദ്യത്തെ ട്രാൻസാക്ഷൻ. രണ്ടാമത്തെ പർച്ചേസ്ഡ് ഗുഡ്സ് വരുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റോക്കിൻ്റെ ഹെഡ് കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഹെഡ് കൊണ്ടുവരുമ്പോൾ ഇവിടെ പർച്ചേസ് ക്യാഷിൽ 5,000 മൈനസ് ആയി, സ്റ്റോക്കിൽ 5,000 വന്നു. വേറെ ഇവിടെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇനി അടുത്ത ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഹെഡും കൂടി വരുന്നുണ്ട്, ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന എഫക്റ്റ് ബാങ്കിൽ നമ്മുടെ ക്യാഷ് 5,000 മൈനസ് ആയി, ബാങ്കിൽ 5,000 പ്ലസ് ആയി. ഇവിടെയും നമ്മുടെ നെറ്റ് ഇഫക്റ്റ് 0. ഹിയർ ലൈബിലിറ്റി ആൾസോ നോ ഇഫക്റ്റ്. അപ്പോൾ ഇവിടെയും നമ്മൾ പരിശോധിച്ചാൽ ഈ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും അസറ്റിൻ്റെ ടോട്ടൽ 0 ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി 0. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ പ്രൂവ് ആയി, ഇനി അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി ആണെന്നുള്ള കാര്യം. അടുത്തത് ബോട്ട് ഫർണിച്ചർ. അപ്പോൾ നമുക്കിവിടെ പുതിയ ഹെഡ് ക്രിയേറ്റ് ചെയ്യണം, ഫർണിച്ചർ. ഓക്കെ,
ഫർണിച്ചർ, അവിടെയും നമുക്ക് 2000 ക്യാഷ് മൈനസ് ആവും. ഫർണിച്ചർ ഒരു അസറ്റ് പോയി വേറെ അസറ്റ് വരുന്നു, നെറ്റ് ഇഫക്റ്റ് 0. ഇവിടെ ലൈബിലിറ്റിയിലും നെറ്റ് ഇഫക്റ്റ് 0. ഓക്കെ, അപ്പോൾ ദിസ് ആൾസോ ടാലിഡ്. അടുത്ത പോയിന്റ് റെന്റ് പെയ്ഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എലിമെന്റ് റെന്റ്, മറ്റേ എലിമെന്റ് ക്യാഷ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് റെന്റ് അല്ല, റെന്റിന്റെ ഫൈനൽ റിസൾട്ട് ആണ് വേണ്ടത്. അപ്പോൾ ഒരാൾ ബിസിനസ് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സിൽ ഇയാൾ കാശ് ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് ഇയാൾ അവിടെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുകയാണെങ്കിൽ, ലാഭം കിട്ടുകയാണെങ്കിൽ ഇയാളുടെ മുടക്ക് മുതൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടും, നഷ്ടമാണെങ്കിൽ ക്യാപിറ്റൽ കുറയും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ എക്സ്പെൻസും ഇൻകം വന്നപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മളെ ക്യാപിറ്റലിനെ ബാധിക്കുന്ന ആ പർട്ടിക്കുലർ ഘടകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എക്സ്പെൻസോ ഇൻകമോ വന്നാൽ ദാറ്റ് നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ബാലൻസ് ഷീറ്റ്, ബട്ട് അതിൻ്റെ ഇഫക്റ്റ് ഗോസ് ടു ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മളൊരു എക്സ്പെൻസ് വന്നാൽ അത് ഏതായിട്ടാണ്, എക്സ്പെൻസ് എന്തായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഈസ് ഇറ്റ് ലോസ് ഓർ പ്രോഫിറ്റ്? അപ്പോൾ നമുക്കറിയാം ഒരു എക്സ്പെൻസ് വന്നാൽ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ലോസ്, ഇൻകം ആണെങ്കിൽ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മളിവിടെ ഫൈനൽ അൾട്ടിമേറ്റ് റിസൾട്ട് ആണ് ഇതിൽ നിന്ന് എടുക്കാൻ. അപ്പോൾ റെന്റ് പെയ്ഡ് നമുക്ക് ക്യാഷ് മൈനസ് ആവും, ഒപ്പം ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ലോസ്, അപ്പോൾ ലോസ് നമ്മുടെ ക്യാപിറ്റലിലും മൈനസ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ റെന്റ് പെയ്ഡ് ക്യാഷ് മൈനസ്, അപ്പോൾ ഇവിടെ ടോട്ടൽ മൈനസ്, ക്യാപിറ്റൽ ആൾസോ ഇവിടെ -1000. അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ രണ്ടും അസറ്റിന്റെ ടോട്ടൽ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് -1000, here also -1000, that also tallied. Okay, and then another purchased goods from Ram. അപ്പോൾ നമുക്കറിയാം സാധനം നമ്മൾ കടത്തിന് വാങ്ങിയാൽ അതിനകത്തുള്ള എലിമെന്റ് എന്ന് പറയുന്നത് ഒന്ന് ഗുഡ്സ്, അല്ലെ, ഗുഡ്സ് ആണ് ഒരു എലിമെന്റ്. അനദർ എലിമെന്റ് രാം. ഇവിടെ ഹു ഈസ് രാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമ്മൾ സാധാരണ അക്കൗണ്ട്സിൽ വരുന്ന രണ്ട് മെയിൻ ഘടകങ്ങൾ, ഒരു കാശ് തരാനുള്ളവരും നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ആ പേര് തമ്മിൽ മാറിപ്പോകരുത്. +1 സ്റ്റുഡൻറ്റ് സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ പേഴ്സൺ ഹു ഓസ് ടു ദ ബിസിനസ്, ഒരാൾ ബിസിനസ്സിലോട്ട് കാശ് തരാനുണ്ടെങ്കിൽ നമ്മൾ അയാളെ പറയുന്ന പേരായിരിക്കും ഡെറ്റേഴ്സ്. അപ്പോൾ ഒരാൾ ബിസിനസ്സിലോട്ട് കാശ് തരാൻ, നമുക്ക് ആരെങ്കിലും കാശ് ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പേര് ഡെറ്റേഴ്സ്. അപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത് ഈസ് എൻ അസറ്റ്. അതുപോലെ നമ്മൾ ആർക്കെങ്കിലും കാശ് അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ, പേഴ്സൺ ടു ഹൂം സംതിങ് ഓവ്ഡ്, നമ്മൾ ആരുടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ കാൾഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം, രാമിൻ്റെ സാധനം വാങ്ങി, അപ്പോൾ രാം ഈസ് എ ക്രെഡിറ്റർ. അപ്പോൾ ലൈബിലിറ്റിയിൽ രാം, അല്ലേ. അപ്പോൾ ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ്, അപ്പോൾ ഗുഡ്സ് നമ്മൾ സ്റ്റോക്കിൽ 4000 കൂടി, ഒപ്പം ഇവിടെ നമ്മൾ ക്രെഡിറ്റേഴ്സ്, പുതിയൊരു ഹെഡ് ഓപ്പൺ ചെയ്യണം, ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിലും 4000 കൂടി. അപ്പോൾ ഇവിടെ നെറ്റ് ഇഫക്റ്റ് അസറ്റ് 4000, ലൈബിലിറ്റി 4000. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെയും കൺഫേം ചെയ്യാം അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി. ദെൻ അനദർ ട്രാൻസാക്ഷൻ ക്യാഷ് പെയ്ഡ് ടു രാം. രാമിന് നമ്മൾ ക്യാഷ് കൊടുത്തു എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ എഫക്റ്റ് അസറ്റിൽ ക്യാഷ് മൈനസ് ആവും, ഒപ്പം ലൈബിലിറ്റിയിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ് 2000 മൈനസ് ആവും. ക്ലിയർ ആയോ? ക്യാഷ് -2000, ക്രെഡിറ്റേഴ്സ് -2000. ഇവിടെയും നമ്മുടെ അൾട്ടിമേറ്റ് എഫക്റ്റ് അസറ്റിന്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് -2000, ലൈബിലിറ്റി നെറ്റ് എഫക്റ്റ് ഈസ് ഈക്വൽ, ദറ്റ് ഈസ് ടാലിഡ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, ഈ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണം. സോൾഡ് ഗുഡ്സ് ടു മോഹൻ, നമ്മൾ മോഹൻ്റെ സാധനം വിറ്റു, ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സാധനം കടത്തിന് വിറ്റാൽ ആ പർട്ടിക്കുലർ പേഴ്സൺ നമുക്ക് പൈസ ഇങ്ങോട്ട് തരാനുണ്ട്. മിസ്റ്റർ മോഹൻ ഓസ് ടു ദ ബിസിനസ്സിലോട്ട് കാശ് തരാനുണ്ട്. ഹീസ് കാൾഡ് ഡെറ്റേഴ്സ്. അപ്പോൾ അയാൾ ഡെറ്റേഴ്സ് ആണ്, നമ്മളെ സംബന്ധിച്ച് അസറ്റാണ്. അപ്പോൾ ഇവിടുത്തെ എലിമെന്റ് എന്ന് പറഞ്ഞാൽ സോൾഡ് ഗുഡ്സ് ടു മോഹൻ, അല്ലേ. മോഹന് നമ്മൾ സാധനം വയ്ക്കുമ്പോൾ ഡെറ്റേഴ്സും വരും, ഗുഡ്സും വരും, അല്ലേ. പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. സോൾഡ് ഗുഡ്സ് ടു മോഹൻ കോസ്റ്റിംഗ് 2500 for ₹3000. ഓക്കെ, നമ്മൾ വി ആർ ഡൂയിങ് ബിസിനസ്. അപ്പം നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്
മേക്കിംഗ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ സാധനം മേടിക്കുന്നു, വിൽക്കുമ്പോൾ എപ്പോഴും വി ആർ സെല്ലിംഗ് വിത്ത് എ മാർജിൻ, അതിന് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ 2500 സാധനം വിൽക്കുന്നു. ദാറ്റ് മീൻസ് സ്റ്റോക്കിൽ 2500 മൈനസ് ആവും. ക്ലിയർ ആയല്ലോ? ബട്ട് നമ്മൾ ഇൻവോയ്സ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ബില്ല് ചെയ്തേക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 3000-നാണ് നമ്മൾ മോഹന് ബില്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡെറ്റേഴ്സ് 3000 വിൽ ഇൻക്രീസ്. അപ്പോൾ നമ്മൾ 2500 സാധനം 3000 വിൽക്കുന്നു. ദാറ്റ് മീൻസ് 500 നമ്മുടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് അല്ലേ, 500 നമ്മുടെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ക്യാപിറ്റലിനോടൊപ്പം കൂട്ടണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ സോൾഡ് ഗുഡ്സിൻ്റെ നമുക്ക് 3 ഇഫക്റ്റ് വരും. ഒന്ന്, ക്യാഷ് സ്റ്റോക്ക് 2500 മൈനസ് ആവും, 3000 ഡെറ്റേഴ്സിൽ കൂടും, ഈ 500 ഡിഫറൻസ് ക്യാപിറ്റലിൽ കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ പരിശോധിച്ചാൽ 2500 3000 നെറ്റ് ഇഫക്റ്റ് 500, liability also total 500. That means here also equation tally. പിന്നെ ഇവിടെ വരുന്ന ഒരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, ഇപ്പോൾ സോൾഡ് ഗുഡ്സ് ടു മോഹൻ പകരം സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആയിരുന്നുവെങ്കിൽ, സോൾഡ് ഗുഡ്സ് ഫോർ മോഹന് വരെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണെങ്കിൽ ഓൺലി ഡിഫറൻസ് ഈ 3000 ഇൻസ്റ്റെഡ് ഓഫ് ഡെറ്റേഴ്സ് ഇറ്റ് വിൽ കം ഹിയർ, ക്യാഷിൽ നമ്മൾ പ്ലസ് ആവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ സോൾഡ് ഗുഡ്സ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിനകത്ത് കോസ്റ്റ് പ്രൈസും കാണും, സെല്ലിംഗ് പ്രൈസും കാണും. അപ്പം ഡിഫറൻസ്, ഇപ്പം നോർമൽ കേസിൽ എപ്പോഴും പ്രൈസ് കൂട്ടിയായിരിക്കും വിൽക്കുക. പിന്നെ എന്തെങ്കിലും അബ്നോർമൽ ഐറ്റംസ് ഡിഫക്റ്റീവ് ഐറ്റം ഉണ്ടെങ്കിൽ മേ ബി നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ലോസ് ആയിരിക്കും. സാധാരണ എപ്പോഴും സെയിൽസ് നമുക്ക് പ്രോഫിറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ക്യാഷ് സെയിൽസ് ആയിരുന്നെങ്കിൽ വരുന്ന ചേഞ്ച് ഈ 3000 ഇൻസ്റ്റെഡ് ഓഫ് ഡെറ്റേഴ്സ് കോളം യു ഹാവ് ടു റൈറ്റ് ഇൻ ക്യാഷ് കോളം. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ക്യാഷ്, അനദർ ക്യാഷ് പെയ്ഡ് ടു രാം. അവിടെ നമ്മളൊരു പ്രശ്നമുള്ളത് 1800 ഫോർ ദ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. അപ്പോൾ ആ രാമിന് എത്ര കൊടുക്കാനുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇയാളുടെ എത്ര കൊടുത്തു, നമുക്ക് വല്ല കുറവ് കിട്ടിയോ, ഡിസ്കൗണ്ട് വല്ലതും കിട്ടിയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ രാം, പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം, നമ്മൾ എത്ര രൂപയുടെ സാധനം മേടിച്ചു? 4000. ഓക്കെ, ക്യാഷ് പെയ്ഡ് ടു രാം, ആൾറെഡി നമ്മൾ 2000 കൊടുത്തു. നൗ only 2000 is only due from രാം. രാമിൻ്റെ നമുക്ക് only 2000 കിട്ടാനുള്ളത്. ദാറ്റ് മീൻസ് 2000 നമുക്ക് കിട്ടാനുണ്ട്. അത് നമ്മൾ എത്ര കൊടുത്ത് ഒതുക്കുന്നു? 1800 കൊടുത്ത് ഫുൾ സെറ്റിൽമെന്റ് നടത്തുകയാണ്. ദാറ്റ് മീൻസ് വി ആർ ഗെറ്റിംഗ് 200 ആസ് ഡിസ്കൗണ്ട്. ഇതും എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും. ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ആണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ കുറേ നമുക്ക് കിട്ടുന്ന ആ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് വി ആർ ഗെയിനിങ്. 2000 കൊടുക്കേണ്ട രാമിന് വി ആർ പേയിങ് ഓൺലി 1800. 200 നമ്മളെ സംബന്ധിച്ച് ഗെയിൻ ആണ്. അത് നമ്മൾ പറയും ഡിസ്കൗണ്ട് റിസീവ്ഡ്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടുത്തെ എലിമെന്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻകം, ഗെയിൻ ആണ്. അതിൻ്റെ അൾട്ടിമേറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് പ്രോഫിറ്റ്. സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് പെയ്ഡ് ടു രാം 1800 ഫോർ ഫുൾ സെറ്റിൽമെന്റ്. ദാറ്റ് മീൻസ് നമ്മുടെ ക്യാഷിൽ 1800 രൂപ കുറയും. അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ? 1800 രൂപ ക്യാഷിൽ കുറയും. ബട്ട് രാമിൻ്റെ അക്കൗണ്ടിൽ രാമിന് എത്ര ഉണ്ടായിരുന്നു നമ്മൾ കൊടുക്കേണ്ടത്? 2000. അത് ഫുൾ കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ആ രാമിൻ്റെ അക്കൗണ്ടിൽ 2000 കുറയും. അപ്പോൾ നമ്മൾ 2000 കൊടുക്കേണ്ടടുത്ത് 1800 കൊടുത്താൽ നമുക്ക് ഗെയിനിങ് 200 നമുക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, നമ്മുടെ ഇൻകം ആണ്. ഇൻകം കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ആ എഫക്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിൽ പ്ലസ് ആവും. ഓക്കെ, ക്യാപിറ്റലിൽ 200 ആഡ് ആവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ 1800 ക്യാഷിൽ കുറയും, ക്രെഡിറ്റേഴ്സിൽ 2000 കുറയും, 2000 ക്യാപിറ്റലിൽ പ്ലസ് ആവും. ക്ലിയർ ആയല്ലോ? അത് ശ്രദ്ധിക്കണം. അതായത് രാമിന് നമ്മൾ 2000 കൊടുക്കേണ്ടടുത്ത് 1800 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 1800 ക്യാഷിൽ കുറയും, ക്രെഡിറ്റേഴ്സ് രാമിൽ 2000 കുറയും. ദാറ്റ് ഡിഫറൻസ് നമുക്ക് ലാഭം ആയതുകൊണ്ട് ക്യാപിറ്റലിൽ കൂടും. ദെൻ അടുത്തത് ക്യാഷ് പെയ്ഡ് അല്ലേ? ക്യാഷ് പെയ്ഡ് അതുപോലെ നമുക്കിപ്പോൾ ക്യാഷ് റിസീവ്ഡ് വന്നാലും നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ ചെയ്യണം.
ഇപ്പം ക്യാഷ് റിസീവ്ഡ്, ഒരാളുടെ നിന്ന് ക്യാഷ് കിട്ടി, നമുക്കിപ്പോൾ ഒരു 1000 റുപ്പീസ് തരാനുള്ള ഒരാളുടെ നമുക്ക് 950 മേടിച്ചിട്ട് സെറ്റിൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെയിം എഫക്റ്റ് തന്നെ. നമുക്കിപ്പോൾ ക്യാഷ് 950 നമ്മൾ റിസീവ് ചെയ്യുന്നു, അപ്പോൾ 950 നമ്മുടെ ക്യാഷിൽ കൂടും. മറ്റേ ഡെറ്റേഴ്സ് 1000 കുറയും, അസറ്റിൽ തന്നെ ഡെറ്റേഴ്സ് 1000 കുറയും. അപ്പോൾ ഇവിടെ നമുക്ക് 1000 ഡെറ്റേഴ്സിൻ്റെ സ്ഥാനത്ത് 950 കളക്ട് ചെയ്യണമെങ്കിൽ 50 നമ്മുടെ ലോസ് ആകുമ്പം ക്യാപിറ്റലിൽ കുറയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും ക്യാപിറ്റൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ക്യാഷ് പെയ്ഡ് ദ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട്, അത് കഴിഞ്ഞു. അടുത്ത റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. ഇത് പുതിയ 2 ഐറ്റമാണ്, റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും ഇൻഷുറൻസ് പേയ്പ്പെടുന്നത്. ഇപ്പോൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, നമുക്ക് സമയമായി കൊടുത്തിട്ടില്ല. ഇത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് മറ്റൊക്കെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഫൈനൽ അക്കൗണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എങ്കിലും നമുക്ക് തൽക്കാലം ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓഫീസിൻ്റെ റെൻറ്റ് ഒരു മാസം 1000 റുപ്പീസ് ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഒരു മാസം 1 മന്ത് റെൻ്റ് എന്ന് പറയുന്നത് 1000 റുപ്പീസ്. അപ്പോൾ നമ്മൾ 1 ഇയർ കംപ്ലീറ്റ് ആയി, ഒരു വർഷം 12 മന്ത്സ് കംപ്ലീറ്റ് ആയി. നമ്മൾ കൊടുക്കേണ്ട റെൻ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1000 × 12, 12,000. ബട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ റെൻറ്റ് ഓൺലി 10,000 കൊടുത്തായിട്ട് കാണുന്നുള്ളൂ. 10,000 കൊടുത്തിട്ടുള്ളൂ. ഏതോ മാസങ്ങളിൽ നമുക്ക് ഫണ്ട് ഷോർട്ടേജ് വന്നുകൊണ്ട് റെൻറ്റ് കൊടുത്തിട്ടില്ല. ബട്ട് വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്, നമ്മൾ വർഷ അവസാനം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ആ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതുന്ന ഹെഡിങ് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് ഓൺ ഒരു പർട്ടിക്കുലർ ഡേറ്റ്, നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ആ ഡേറ്റ് ഹൈലൈറ്റ് ചെയ്ത് പറയും. അപ്പോൾ നമ്മൾ അതുവരെ ഉള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അതുപോലെ തന്നെ അക്കൗണ്ട്സിൽ വി ആർ ഫോളോയിങ് അല്ലേ, നമ്മൾ ജനറലായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് അക്രൂവൽ ബേസിസ് ആണ്. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ബേസിലാണ് നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ വരവ് ചെലവ് 31 മാർച്ച് വരെയുള്ള വരവ് ചെലവെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ റെൻറ്റ് ഒരു വർഷം നമ്മൾ ആക്ച്വലി ചിലവെന്ന് പറയുന്നത് 12,000 ആണ് വരേണ്ടത്. ബട്ട് 10,000 വന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ 10,000 ഉൾപ്പെടുത്തിയാൽ പോരാ, ടോട്ടൽ 12,000 നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ 2,000 നമ്മൾ 12,000 നമ്മളിപ്പോൾ ഇയർ എൻഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, വർഷം പൂർത്തിയായി കഴിഞ്ഞു. ബട്ട് നമ്മൾ ബുക്ക് പ്രകാരം 10,000 റെൻറ്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 2,000 സ്റ്റിൽ പെൻഡിങ്, പക്ഷേ കൊടുക്കാനുള്ള ടൈം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന ആ പാർട്ടിനാണ് നമ്മൾ പറയുന്നത് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്ന് പറയാം. ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അപ്പോൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ 10,000 റെൻ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട്സ് കറക്റ്റ് ചെയ്യുമ്പോൾ ഈ 2,000 റെൻറ്റും കൂടി കണക്കിലെടുക്കണം. ദാറ്റ് മീൻസ് എക്സ്പെൻസ് വിൽ ഇൻക്രീസ്. അപ്പോൾ എക്സ്പെൻസ് കൂടിയാൽ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ലോസ് ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എക്സ്പെൻസ് കണക്കി കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റലിൻ്റെ ബാലൻസ് കുറയും. കുറഞ്ഞ റീസൺ മനസ്സിലായോ? എക്സ്പെൻസ് കൂടി ദാറ്റ് മീൻസ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ലോസ്. അപ്പോൾ ക്യാപിറ്റൽ കുറയും. ഒപ്പം നമ്മൾ റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുക്കാനുണ്ട്. ക്രെഡിറ്റേഴ്സ് എന്ന്, പക്ഷെ നമ്മൾ സാധാരണ ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഹെഡ് സാധാരണ പർച്ചേസ് ഒക്കെ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ ഹെഡ് തന്നെ ഉപയോഗിക്കും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വി ക്യാൻ യൂസ് കോമൺ ഹെഡ്. അല്ലെങ്കിൽ ഇപ്പോൾ റെൻ്റ് ആണെങ്കിൽ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, ഏതാണോ നമുക്ക് ഡ്യൂ ആവുന്നത്. ഇപ്പോൾ ഇവിടെ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അപ്പോൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള ഹെഡ് തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ കോമൺ ആയിട്ട് ഒരു ഹെഡ് കൊടുത്തേക്കുന്ന ഓൺലി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് കോമൺ ഹെഡ് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൽ നമ്മൾ ആ സെയിം ഫിഗർ കാണിക്കണം, റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ക്യാപിറ്റലിൽ, അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റലിൽ മൈനസ് ആവും, ക്യാപിറ്റലിൽ -900. ഓക്കെ, എന്നിട്ട് ആ സെയിം ഫിഗർ നമ്മൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മുടെ ഫൈനൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് നിൽ ഉണ്ട്. അസറ്റ് സൈഡിൽ ഒരു എഫക്റ്റും ഇല്ല, 0. ഇവിടെ ഇവിടെ -900 ഇവിടെ +900 അത് 0.
അപ്പോൾ ഈ ഏരിയ നമുക്ക് പറയാം അക്കൗണ്ട് ടാലിഡ്. അതുപോലെ അടുത്തൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻഷുറൻസ് പ്രീപെയ്ഡ്, എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഞാൻ ഒന്ന് പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ ഒരു മാസം നമുക്ക് 1000 rupees റെൻറ്റ് കൊടുക്കണം. അപ്പോൾ 1 year ആകുമ്പോൾ എത്ര കൊടുത്താൽ മതി? 12,000. ബട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ നമ്മുടെ റെൻറ്റ് 15,000 കൊടുത്തായിട്ട് കാണുന്നു. 15,000. ഓക്കെ, 15,000 കൊടുത്തായിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് ആക്ച്വലി 12,000 കൊടുത്താൽ മതി, പക്ഷേ 3,000 അധികം കൊടുത്തു. അപ്പോൾ ആ 3,000 പറഞ്ഞാൽ അടുത്ത മാസത്തേക്കുള്ള റെൻ്റായിട്ടാണ് നമ്മൾ പൈസ ഇല്ലാത്ത ചിലപ്പോൾ അഡ്വാൻസ് മേടിച്ച് കാണും. ഓക്കെ, ബട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യൂ ബേസ് ആസ് ഓൺ ഡേറ്റ് വരെയുള്ള എക്സ്പെൻസ് പെയ്ഡ് ഓർ പേയബിൾ, അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ പോയിന്റ് പറയുകയാണെങ്കിൽ റിസീവ്ഡ് ഓർ റിസീവബിൾ, ആ പീരീഡ് വരെയുള്ളത്. അപ്പോൾ അതിന് ശേഷം വല്ലതും വന്നാൽ നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യണം, അതെടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ റെൻറ്റ് നമ്മൾ 12,000 വരേണ്ട സ്ഥാനത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ റെൻറ്റ് 15,000 കിടക്കുന്നു. 15,000 കൊടുത്തായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി, ഇപ്പോൾ വെരിഫൈ ചെയ്തപ്പോൾ മനസ്സിലായി ഏതോ മാസം നമ്മൾ ലാൻഡ് കുറേ പൈസ അഡീഷണൽ വേണ്ടി വന്നു, അത്യാവശ്യം വേണമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. അപ്പോൾ അധികം പൈസ വന്നു. പക്ഷെ നമ്മുടെ ഈ വർഷത്തെ ചിലവ് എത്രയേ വരാൻ പാടുള്ളൂ? 12. അപ്പോൾ ഈ 3,000 നമ്മൾ അഡ്വാൻസ് ആയിട്ട് അയാളുടെ കയ്യിൽ കൊടുത്ത കാശ് ഈ വർഷത്തെ എക്സ്പെൻസിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ദാറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം കറണ്ട് ഇയർ എക്സ്പെൻസ്. അപ്പോൾ നമ്മളിവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് വന്നാൽ എത്രയാണോ അധികം നിൽക്കുന്നത് ആ എമൗണ്ട് ടു ബി ഡിഡക്റ്റ് ഫ്രം എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസ് കുറയുക എന്ന് പറഞ്ഞാൽ ദറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് പ്രോഫിറ്റ്, അല്ലേ? എക്സ്പെൻസ് കുറഞ്ഞാൽ നമുക്ക് ലാഭമാണ്, അപ്പോൾ കോൺട്രിബ്യൂട്ട് പ്രോഫിറ്റ് കൂടും. അതുകൊണ്ട് ഇത് ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടും. ക്ലിയർ ആയല്ലോ? ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ ആ 500 rupees ക്യാപിറ്റലിനോടൊപ്പം പ്ലസ് ആകും. സെയിം ടൈമിന് നമ്മൾ ഒരാളുടെ കയ്യിൽ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്തേക്കാണ്, അടുത്ത വർഷത്തെ ചിലവിന് ഇപ്പോഴേ കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ആ ക്ലോസിംഗ് ഡേറ്റിൽ നമ്മളെ സംബന്ധിച്ച് ദിസ് എമൗണ്ട് ഇസ് അവർ അസറ്റ്. മറ്റേ ആളുടെ കയ്യിൽ നമ്മൾ പൈസ ഏൽപ്പിച്ചേക്കണം. നെക്സ്റ്റ് മന്ത് ആ പീരീഡ് ആയാൽ മാത്രമേ അത് എക്സ്പെൻസ് ആവുള്ളൂ, നമുക്ക് ലൈബിലിറ്റി വരുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ ഒരാൾക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കാശ് കൊടുത്തു എന്നുള്ള എഫക്റ്റ് വരും. അപ്പോൾ അസറ്റാണ്. അതും നമ്മൾ ഈ പറഞ്ഞ കണക്ക് എക്സ്പെൻസ് ഡെറ്റേഴ്സിൽ ഉൾപ്പെടുത്തൂല. അത് നമ്മൾ സാധാരണ പ്രത്യേക ഹെഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നോ എക്സ്പെൻസ് എന്നുള്ള ഹെഡിൽ നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് പ്രീപെയ്ഡ്, അപ്പോൾ 500 നമ്മൾ ക്യാപിറ്റലിൽ കൂടി. അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ റെൻറ്റ് ആക്ച്വൽ 12,000 ഉള്ളൂ, നമ്മുടെ കണക്ക് പ്രകാരം 15,000 കാണുന്നു. ബുക്സ് ഓഫ് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ 3,000 അഡ്വാൻസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വി ഹാവ് ടു കൺസിഡർ ദ എക്സ്പെൻസ് ടു അപ് ടു 12 months. ആ 12 months പീരീഡ് വരെ ഉള്ളതേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ സർപ്ലസ് വന്ന എമൗണ്ട് ടു ബി ഡിഡക്റ്റ് ഫ്രം ദാറ്റ് എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസ് ഇന്ന് കുറയുന്നുണ്ട്, ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് വൈ ആഡ് വിത്ത് ക്യാപിറ്റൽ. ക്ലിയർ ആയല്ലോ? ഇനി ഇത് നമ്മളെ കയ്യിൽ ഒരാളുടെ ക്യാഷ് അഡ്വാൻസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അസറ്റാണ്, അത് അസറ്റിലും കാണിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകും, ഓരോ സ്റ്റേജ് വന്നപ്പോഴും നമുക്ക് മനസ്സിലായി അല്ലേ? ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ അസറ്റിൻ്റെ ടോട്ടൽ 60, ലൈബിലിറ്റി സൈഡ് ടോട്ടൽ 60. അപ്പോൾ ആ നെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരുന്നു. അടുത്ത സ്റ്റേജ് 2 0 ഇവിടെ 1000 2 സെയിം. ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതാണ് ഒരു മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻ. നമ്മൾ കണക്ക് ചെയ്ത് കാണിക്കുന്ന ഒരു ഫോർമാറ്റ് ഇതാണ്. ഓക്കെ, ഇത് സാധാരണ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ +1 സ്റ്റുഡൻസിൻ്റെ CRT ടെക്സ്റ്റിലൊക്കെ ഉള്ള മോഡൽ ഇതാണ് സാധാരണ കാണുന്നത്. ഇനി വേറൊരു മോഡൽ നമ്മൾ മറ്റുള്ള ടെസ്റ്റുകളും പല ടെസ്റ്റുകളും ഫോളോ ചെയ്യുന്നുണ്ട്. അനദർ മോഡൽ. ഇവിടെയും നമ്മൾ ഇഫക്റ്റ് ഒക്കെ സെയിം തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി. എന്നിട്ട് ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ നമ്മൾ ഇക്വേഷൻ ടാലിഡ് ആണോ എന്ന് നമ്മൾ താഴെ ടോട്ടൽ എഴുതി പോകും. അതേ ഉള്ളൂ വ്യത്യാസം. രണ്ട് ഫോർമാറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം എങ്ങനെ എഴുതുക. ഇവിടെ നമ്മൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 60,000. അപ്പോൾ അസറ്റ് ക്യാഷിൽ 60,000 വന്നു, ലൈബിലിറ്റിയിൽ 60,000. അപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി. കറക്റ്റ് ആണല്ലോ? ഇനി അടുത്ത പർച്ചേസ്ഡ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ ക്യാഷ് 5,000 കുറഞ്ഞു, സ്റ്റോക്കിൽ 5,000 കൂടി. ഇവിടെ വേറെ എഫക്റ്റ് ഒന്നും വന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത 2 ഐറ്റം വരുമ്പോൾ നമ്മൾ ന്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞ് എഴുതണം. ന്യൂ ഇക്വേഷൻ വരുമ്പോൾ 65 കുറഞ്ഞ് 55,
സ്റ്റോക്ക് 5. അപ്പോൾ 55 പ്ലസ് 5 60 ഈസ് ഈക്വൽ ടു 60,000. അപ്പം ഓരോ സ്റ്റേജിലും നമ്മൾ ന്യൂ ഇക്വേഷൻ ടാലിയാക്കി പോകണം. അടുത്ത ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളിവിടെ ക്യാഷിൽ മൈനസ് ആവും. അപ്പോൾ ഇവിടെ ബാങ്ക് എന്നുള്ള കോളത്തിൽ ബാങ്കിൽ 5,000 പ്ലസ് ആവും. ഇവിടെയും നമ്മുടെ നെറ്റ് ഇഫക്റ്റ് ഇവിടെ 5,000 പോയി 5,000 വരുന്നു. ഇവിടെ ബാധ്യതയൊന്നുമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ 12. അപ്പോൾ ഇവിടെ 50, സ്റ്റോക്ക് 5, ബാങ്ക് 5 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 60. ഹിയർ ആൾസോ 60. അതുപോലെ ബോട്ട് ഫർണിച്ചർ അപ്പോൾ മൈനസ് ക്യാഷിൽ മൈനസ് 2,000 ആയി. നമ്മളിവിടെ പുതിയ കോളം കൊടുക്കുക. ഫർണിച്ചറിൽ 2,000 വരും. ഇവിടെയും ഒരു അസറ്റ് പോയി വേറെ അസറ്റ് വന്നു. ഇവിടെ എഫക്റ്റ് ഒന്നുമില്ല. ഇവിടെയും നമ്മൾ ന്യൂ ഇക്വേഷൻ കാണുമ്പോൾ 50 മൈനസ് 2 48. ഇതൊന്നും മാറ്റമില്ല. അപ്പോൾ സെയിം 60 തന്നെ വരും. ഓക്കെ. അതുപോലെ റെന്റ് പെയ്ഡ് എല്ലാം നമ്മുടെ എഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. റെന്റ് പെയ്ഡ് അപ്പോൾ ക്യാഷിൽ 1,000 കുറഞ്ഞു. റെന്റ് എക്സ്പെൻസ് ആണ്, കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ലോസ്, ഹെൻസ് ടു ബി ഡിഡക്ട് ഫ്രം ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുക 1,000. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ 47 ആയി. 10 47 plus 10 57 59. ഓക്കെ, 59,000 ടാലിഡ്. നെക്സ്റ്റ് പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം. ഓക്കെ. അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ കണക്ക് 4,000 സ്റ്റോക്കിൽ 4,000 കൂടി. ഒപ്പം ഇവിടെ ലൈബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് 4,000 കൂടി. അപ്പോൾ അസറ്റിലും 4,000 കൂടി, ലൈബിലിറ്റിയിലും കൂടി. അഗെയിൻ നമുക്ക് ടോട്ടൽ നോക്കാം. 47 പ്ലസ് സ്റ്റോക്ക് 5 പ്ലസ് 4 9 5 2. ഓക്കെ. അപ്പോൾ 47 49 58 63. ഓക്കെ. ഇവിടെ കൂട്ടിയാൽ നമുക്ക് 63 കിട്ടും. ദെൻ അടുത്ത ഐറ്റം ക്യാഷ് പെയ്ഡ് ടു രാമിന് പൈസ കൊടുത്തു. അപ്പോൾ സെയിം തിങ് നേരത്തെ ക്യാഷ് നമ്മൾ ചെയ്ത കണക്ക് ക്യാഷിൽ 2,000 കുറയും. ഒപ്പം ക്രെഡിറ്റേഴ്സിലും 2,000 കുറയും. ഇവിടെ നമ്മൾ ന്യൂ ഇക്വേഷൻ നോക്കുമ്പോൾ 43 200 6,500 ഇതിലൊന്നും മാറ്റമില്ല. ഇവിടെ നമുക്ക് 200 കൂടും. ഓക്കെ. ക്യാഷ് പെയ്ഡ് ടു രാമിന് നമ്മൾ 2,000 കൊടുക്കേണ്ടടുത്ത് 1,800 കൊടുത്തു. അപ്പോൾ 1,800 ക്യാഷും കുറയും, രാമിൽ ക്രെഡിറ്റേഴ്സിൽ 2,000 കുറയും. ഡിഫറൻസ് 200 നമ്മളെ സംബന്ധിച്ച് ഗെയിൻ ആണ്, ക്യാപിറ്റലിൽ കൂടും. ക്ലിയർ ആയല്ലോ. അതുപോലെ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അപ്പോൾ നമ്മൾ റെന്റ് കൊടുക്കാനുണ്ട്, നമ്മൾ ചെലവിൽ ഉൾപ്പെടുത്തുമ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ അൾട്ടിമേറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ കുറയും. ഓക്കെ. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് അപ്പോൾ ഇവിടെ 900 നമുക്ക് ഇവിടെ ക്യാപിറ്റലിൽ മൈനസ് ആവും, -900. ഓക്കെ, -900. എന്നിട്ട് ഈ പൈസ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ പുതിയ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ കോളത്തിൽ 900 പ്ലസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു ലൈബിലിറ്റി പോയിട്ട് വേറെ ലൈബിലിറ്റി വരുന്നു. ഇവിടെ നമ്മുടെ നെറ്റ് എഫക്റ്റ് ടാലി ആവും, ന്യൂ ഇക്വേഷൻ. ഓക്കെ. അതുപോലെ അടുത്ത ഇൻഷുറൻസ് പ്രീപെയ്ഡ്, എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ നമ്മൾ അധികം നിൽക്കുകയാണ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കുന്നു. ദാറ്റ് മീൻസ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് പ്രോഫിറ്റ്, ക്യാപിറ്റൽ കൂടും. ഒപ്പം നമ്മൾ അഡ്വാൻസ് നിൽക്കുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റ് അസറ്റായിട്ട് കാണിക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ ഫൈനൽ കൂട്ടുമ്പോൾ എല്ലാം രണ്ട് സൈഡും ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ടോട്ടൽ തന്നെ വരും. ക്ലിയർ ആയല്ലോ. ഇത്രയാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.